എന്തുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത്? എങ്ങനെയാണ് ഇതിനെ വളർത്തിയത്? ഞാൻ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തു. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ ഇറക്കി വിട്ടു. എൻ്റെ ഡൗട്ട്സ്, ഒരുപാട് സംശയങ്ങൾ എനിക്ക്. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും. ഞാനിപ്പോൾ ഒരു കോഴ്സ് പഠിക്കുമ്പം ഞാൻ അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഡൗട്ട്സുകൾ അവർക്ക് താങ്ങാൻ പറ്റിയില്ല. അപ്പം അവിടുത്തെ ഫാക്കൽറ്റി ഞാൻ വന്ന ഉടനെ അവിടെ സ്കിപ്പാവും. ഓക്കെ. അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് പരാതിപ്പെട്ടു. അവസാനം എന്നെ പോലുള്ള സ്റ്റുഡൻറ്റിനെ അവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്നു. ആദ്യമായിട്ടാണ് കേൾക്കണേ. സംശയം കൂട്ടിയിട്ട് ഇറക്കി വിട്ടത്. സംശയം കൂട്ടി ഇറക്കി വിട്ടു. എനിക്ക് കൂടുതൽ പഠിക്കണം, എൻ്റെ ആവശ്യമായിരുന്നു എന്നത്. അതിനുശേഷം ഞാൻ ഒരു സ്ഥാപനത്തിലെ സെയിൽസ്മാനായിട്ട്, സിവിൽ കഴിഞ്ഞിട്ടാണ് ഓർത്തോണം, സെയിൽസ്മാനായിട്ട് ജോലി ചെയ്തു. ആ സമയത്തെല്ലാം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ സിവിൽ പഠിച്ചാണ്, ഇന്ന കോഴ്സ് ഞാൻ പഠിച്ചു, എല്ലാവരും ഞാൻ സംസാരിക്കും. അങ്ങനെ ഒരു ഫൈനാൻസ് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ പരിചയപ്പെട്ടു. പുള്ളി റെക്കമെൻഡ് ചെയ്തു ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത്. അത് ഡിജിറ്റൽ, എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു ഡിജിറ്റൽ ആർക്കിടെക്റ്റിൻ്റെ അടുത്താണ് എനിക്ക് ജോബ് ശരിയാകും അന്നത്തെ കാലത്ത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് ചെന്നപ്പം അവർ എന്നോട് ചോദിച്ചത് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ. അപ്പോൾ റെക്കമെൻഡേഷൻ ഉണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞു സാർ എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമാണ്. അപ്പം ആർക്കിടെക്റ്റ് പറഞ്ഞു നാളെ തൊട്ട് പോരെ. ഇതാണ് എൻ്റെ ഇൻ്റർവ്യൂ.